Hi friends, welcome back to my YouTube channel. എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. വാട്സപ്പ് ഉപയോഗിക്കാത്തവരായിട്ട് ആരും തന്നെ കാണത്തില്ല. നമുക്ക് ഒരു മെസ്സേജ് അയക്കണമെങ്കിലും ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു ഫോട്ടോ അയച്ചു കൊടുക്കണമെങ്കിലും എന്ത് കാര്യമാണെങ്കിലും ഇപ്പോൾ വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. എല്ലാവരും വാട്സപ്പിലാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സാധാ മെസ്സേജ് പോലും നമ്മുടെ മൊബൈൽ മെസ്സേജ് ആപ്ലിക്കേഷനിലൂടെ നമ്മൾ അയക്കാറില്ല. എല്ലാം വാട്സപ്പ് മൂലമായിട്ടാണ് നമ്മുടെ സന്ദേശങ്ങൾ കൈമാറുന്നതെല്ലാം. എങ്കിൽ ഈ വാട്സപ്പ് ഇല്ലാത്ത ഒരവസ്ഥയെ പറ്റി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. വാട്സപ്പ് ഉപയോഗിക്കുന്നവർക്ക് വാട്സപ്പ് ഇല്ല, വാട്സപ്പിലൂടെ മെസ്സേജ് അയക്കാൻ പറ്റില്ല എന്നുള്ള സ്ഥിതി വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. ചില ഫോണുകളിൽ ഇനി വാട്സപ്പ് ലഭിക്കില്ല. അങ്ങനെ ഒരു അപ്ഡേറ്റ് നമുക്ക് വാട്സപ്പിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നമ്മൾ വീഡിയോയിലേക്ക് പോകാം. ഇത് നിങ്ങളുടെ ടിപ്സ് ആൻഡ് ഇൻഫർമേഷൻ യൂട്യൂബ് ചാനൽ. ഇതുവരെയും നിങ്ങൾ ഈ വീഡിയോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് എന്ന് എഴുതിയിരിക്കുന്ന ചുമന്ന ബട്ടൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അതേപോലെ തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മൊബൈലിൽ ലഭ്യമാകുകയും നിങ്ങൾക്ക് അപ്പോൾ തന്നെ വീഡിയോകൾ കാണുകയും ചെയ്യാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇപ്പോൾ വാട്സപ്പിൽ നിന്ന് പുതിയൊരു അപ്ഡേറ്റ് ആണ് പുതിയൊരു ഇൻഫർമേഷൻ ആണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ചില ഫോണുകളിൽ ഇനിയും വാട്സപ്പ് ലഭ്യമാകില്ല. വാട്സപ്പ് ലഭ്യമാകാത്ത ഓൾറെഡി വാട്സപ്പ് ലഭ്യമാക്കാത്ത ചില ഫോണുകളുണ്ട്. അതോടുകൂടെ ചില ഫോണുകളിൽ കൂടെ വാട്സപ്പ് ഈ വർഷം വാട്സപ്പ് വന്ന് ലഭിക്കില്ല എന്ന് വാട്സപ്പിൽ നിന്ന് ഇൻഫർമേഷൻ വന്നിട്ടുണ്ട്. ആ കാര്യം ഏതൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് പറയുന്നത്. അതായത് ചില ആൻഡ്രോയിഡ് വേർഷൻ, പഴയ ആൻഡ്രോയിഡ് വേർഷനുള്ള ഫോണുകളിൽ ഇനി വാട്സപ്പ് ലഭിക്കില്ല. അത് പഴയ ആൻഡ്രോയിഡ് വേർഷനുള്ള ഫോണുകൾ, അതായത് പഴയ ആൻഡ്രോയിഡ് വേർഷൻ, ബ്ലാക്ക്ബെറി, iOS അങ്ങനെ ഉള്ള പഴയ വേർഷനിലുള്ളവർക്ക് ഇനി വാട്സപ്പ് ലഭിക്കില്ല എന്ന് വാട്സപ്പിൽ നിന്നുള്ള ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഴയ ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിച്ചിട്ടുണ്ട്. അവർക്ക് തന്നെ നോട്ടിഫിക്കേഷൻ വാട്സപ്പ് അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാട്സപ്പിന്റെ ആൻഡ്രോയിഡിന്റെ ഒരു പുതിയ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് മാറാൻ വേണ്ടി വാട്സപ്പിന്റെ ഇൻഫർമേഷൻ വന്നുകൊണ്ടിരിക്കുകയാണ്, അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പഴയ ഫോണുകളിൽ യൂസ് ചെയ്യുന്നവർക്ക് ഈ വർഷത്തിലൂടെ മാത്രമായിരിക്കും വാട്സപ്പ് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം വാട്സപ്പ് അവർക്ക് ലഭിക്കില്ല. അതുകൊണ്ട് നമ്മൾ എത്രയും പെട്ടെന്ന് വേഗം പുതിയ അപ്ഡേറ്റഡ് വേർഷനിലേക്ക് നമുക്ക് മാറണം. ഞാൻ ഏതൊക്കെ വേർഷനിലാണ് വാട്സപ്പ് ലഭിക്കാത്തത് എന്നുള്ള ലിസ്റ്റ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാട്സപ്പ് ഓൾറെഡി നിർത്തിയ ഫോണുകളുണ്ട്. അതേപോലെ തന്നെ വാട്സപ്പ് ഈ വർഷം നിർത്താൻ പോകുന്ന ചില ആൻഡ്രോയിഡ് വേർഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ നോക്കിയ, അതേപോലെ തന്നെ iOS, അങ്ങനെ ബ്ലാക്ക്ബെറി, അങ്ങനെ ചില ഫോണുകളിലൂടെ വാട്സപ്പ് ഇനി ലഭിക്കില്ല. പഴയ വേർഷനുള്ള ഫോണുകളിൽ ഇനി വാട്സപ്പ് ലഭിക്കില്ല എന്നാണ് നമുക്ക് കിട്ടിയത്. ആ പഴയ ഫോണുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വാട്സപ്പ് ഓൾറെഡി നിർത്തലാക്കിയ ഫോണുകൾ ആൻഡ്രോയിഡ് 2ലുള്ള ഫോണുകളിൽ നിന്ന് വാട്സപ്പ് നിർത്തലാക്കിയിട്ടുണ്ട്. അത് ഓൾറെഡി നിർത്തലാക്കിയിട്ടുണ്ട്. പിന്നെ നോക്കിയ CBN S60 ഫോണുകളിൽ വാട്സപ്പ് ലഭ്യമല്ല. അതിൽ നിന്നെല്ലാം വാട്സപ്പ് ഓൾറെഡി നമുക്ക് നിർത്തലാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ബ്ലാക്ക്ബെറി 10ലും വാട്സപ്പ് ഇനി വാട്സപ്പ് ഓൾറെഡി നിർത്തലാക്കിയതാണ്. iOS 6ലും വാട്സപ്പ് വന്നിട്ട് നിർത്തലാക്കിയിട്ടുണ്ട്. ഇനി ഈ വർഷം നമുക്ക് വാട്സപ്പ് വന്നിട്ട് നിർത്തലാക്കാൻ പോകുന്ന ഫോൺ ഏതാന്ന് വെച്ചാൽ ആൻഡ്രോയിഡ് 2.3.7 ഉള്ള ഫോണുകളിൽ ഇനി വാട്സപ്പ് ലഭിക്കില്ല. ഈ വർഷത്തോടെ നിർത്തലാക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേപോലെ നോക്കിയ S40 ഉള്ള ഫോണുകളിലും ഇനി വാട്സപ്പ് ലഭിക്കില്ല. iOS 7 താഴെയുള്ള ഫോണുകളിൽ ഇനി വാട്സപ്പ് ലഭിക്കില്ല എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ വാട്സപ്പ് ലഭിക്കാൻ വേണ്ടി കമ്പനി പറയുന്നത് ആൻഡ്രോയിഡ് വന്ന് 4ന് മേലെയുള്ള വേർഷൻ യൂസ് ചെയ്യുന്നവർക്കാണ് ഇനി വാട്സപ്പ്. കാരണം വാട്സപ്പിൽ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ അപ്ഡേറ്റുകൾ വർക്കാകണമെങ്കിൽ അതിന് ആൻഡ്രോയിഡ് വന്ന അതിന് മേലെയുള്ള വേർഷനിൽ മാത്രമേ ആ വാട്സപ്പിന്റെ അപ്ഡേറ്റുകൾ വർക്കാവുള്ളൂ. വാട്സപ്പിൽ തന്നെ നിറയെ ബിസിനസിന്റെ അപ്ഡേറ്റുകൾ വരുന്നുണ്ട്. ഇനി ബിസിനസ് പ്രൊഡക്റ്റ് എല്ലാം വാട്സപ്പിലൂടെ സെയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്ക് വാട്സപ്പ് അങ്ങനെ ഒരു അപ്ഡേറ്റ് ഫ്യൂച്ചറിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അതേപോലെയുള്ള അപ്ഡേറ്റുകൾ വരുന്നത് കാരണം വാട്സപ്പ് വന്ന പഴയ ഫോണുകളിൽ അതിനുള്ള ഫ്യൂച്ചേഴ്സ് ഒന്നും അവൈലബിൾ അല്ല. അതുകൊണ്ട് തന്നെയാണ് വാട്സപ്പ് വന്നിട്ട്
പഴയ ഫോണുകൾ നിർത്തലാക്കിക്കൊണ്ടിരിക്കുന്നത്. വാട്സപ്പ് പറയുന്ന ആൻഡ്രോയിഡ് 4 മേലെയുള്ള ഫോണുകളിൽ വാട്സപ്പ് ലഭിക്കുന്നതാണ്. അതേപോലെ തന്നെ iOS 8 മേലെയുള്ള ഫോണുകളിൽ നമുക്ക് 8 മേലെയുള്ള ഫോണുകളിൽ വാട്സപ്പ് ലഭ്യമാണ്. വിൻഡോസ് 8 മേലെയുള്ള 8.1 മുകളിലുള്ള ഫോണുകളിൽ നമുക്ക് വാട്സപ്പ് ലഭ്യമാണ്. അതുകൊണ്ട് ഈ ഫോണുകൾ യൂസ് ചെയ്യുന്നവർക്ക് അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിന് താഴെയുള്ളവർക്ക് മാത്രമായിരിക്കും വാട്സപ്പ് ഈ വർഷത്തോടെ കൂടെ നിർത്തലാക്കുക എന്നുള്ള കമ്പനിയുടെ ഇൻഫർമേഷൻ. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ആൻഡ്രോയിഡിന്റെ അടുത്ത വേർഷൻ, പുതിയ ലേറ്റസ്റ്റ് വേർഷനിലേക്ക് ലേറ്റസ്റ്റ് വേർഷനുള്ള ഫോൺ വന്ന് നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് വാട്സപ്പിന്റെ എല്ലാ അപ്ഡേറ്റുകളും ലഭ്യമായിരിക്കും, എല്ലാ ഫീച്ചേഴ്സും അതിൽ വർക്കാവും. വാട്സപ്പ് വന്നിട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ ഈ ഇൻഫർമേഷൻ മറ്റുള്ള സുഹൃത്തുക്കളും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വിലപ്പെട്ട ഇൻഫർമേഷൻ മറ്റുള്ളവർക്കും കൂടെ അതൊരു സഹായമായി തീരും, അവർക്കും കൂടെ അറിയുവാൻ സഹായിക്കും. അതേപോലെ തന്നെ ഈ വാട്സപ്പിന്റെ ഈ അപ്ഡേറ്റിനെ പറ്റി, അതായത് ഈ ഇൻഫർമേഷനെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിൽ പോയി നിങ്ങൾക്ക് കമന്റ് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള നല്ല നല്ല ഇൻഫർമേഷൻ നിങ്ങളെ തേടി വരാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. ഇതേപോലുള്ള മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ സൈനിങ് ഓഫ് ഫ്രം